വർഷങ്ങൾക്ക് ശേഷമുള്ള ജീവന്റെയും ഹേമയുടെയും കുടുംബവിശേഷങ്ങളെല്ലാം അറിയണ്ടേ നിങ്ങൾക്ക്? അവരുടെ കുട്ടൂസ് എന്ന് ഒരുപാട് അങ്ങ് വലുതായിട്ടോ. കുട്ടൂസ് എന്ന് അല്ലട്ടോ ഇപ്പോൾ അവർ വിളിക്കുന്നത്, രാഹുൽ എന്നാണ് അവർ ആ മകനെ വിളിക്കുന്നത്. കൂടാതെ അവർക്കൊരു മകൾ കൂടി ഉണ്ടായിട്ടുണ്ട്, രമ്യ. ഈ പേര് പോലെ തന്നെ ഈ മക്കളെയും അവർ ഒരുപോലെ തന്നെയാണ് കേട്ടോ കാണുന്നത്. ഒരിക്കലും അവർക്ക് അവരുടെ കുട്ടൂസ്, അതായത് രാഹുലിനെ വേറിട്ട് കാണാൻ കഴിയില്ല. അന്ന് ആ കുഞ്ഞു കുട്ടൂസ് കാരണമാണ് ഹേമയുടെയും ജീവന്റെയും ജീവിതം ഇന്ന് ഇങ്ങനെയായി തീർന്നത്. അല്ലെങ്കിൽ ഒരിക്കലും ജീവൻ വിവാഹം കഴിക്കുകയോ ഹേമയ്ക്ക് നല്ലൊരു ജീവിതം കിട്ടുകയോ ചെയ്യില്ല. അവരുടെ ജീവിതത്തിനെല്ലാം വഴിത്തിരിവായത് കുട്ടൂസാണ്. അതുകൊണ്ട് തന്നെ ആ കുട്ടൂസിനോട് അവർക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും നന്ദിയുണ്ട്. ഒരു പക്ഷേ അവരുടെ സ്വന്തം മകളെക്കാൾ കൂടുതൽ കൂടുതൽ കുട്ടൂസിനോടാണ്, അതായത് രാഹുലിനോടാണ് കേട്ടോ അവർക്ക്. ഹേമയുടെ അമ്മ ഹേമയുടെയും ജീവന്റെയും കൂടെ ആ വീട്ടിൽ തന്നെയാണ് താമസം. മകൾക്ക് വേണ്ടി ഒരുപാട് അധികം വിഷമിക്കുകയും കഷ്ടപ്പെടുകയും ഇന്ന് ആ അമ്മ ഒരുപാട് സഹിച്ചിട്ടുണ്ട് ആ അമ്മ. എന്നാൽ അതിന് പകരമായി ജീവനും ഹേമയും ഇന്ന് ആ അമ്മയെ സന്തോഷം കൊണ്ട് പൊതിഞ്ഞു മൂടുകയാണ്. അമ്മയ്ക്ക് എപ്പോഴും രമ്യയുടെ കൂട്ടുണ്ട്. അമ്മയ്ക്ക് അവിടെ നേരം പോകുന്നത് അറിയുന്നേയില്ല. രമ്യ അതിന് സമ്മതിക്കാറുമില്ല. ഇത്രയും നാൾ രാഹുലും ഉണ്ടായിരുന്നു കൂടെ. ഇപ്പോൾ രാഹുലില്ല. ഉപരിപഠനത്തിൻ്റെ ആവശ്യവുമായി രാഹുൽ ഇപ്പോൾ വിദേശത്താണുള്ളത്. അതുകൊണ്ട് തന്നെ മുത്തശ്ശിക്ക് ആ വിഷമം നല്ലോണമുണ്ട്. 2 പേരമക്കളെയും മാറി മാറി അവരുടെ സംസാരവും അവരുടെ ചിരികളികളും കാണുന്നത് ആ അമ്മയ്ക്ക് വലിയ സന്തോഷമാണ്. ഈ മുത്തശ്ശിക്കും രാഹുലിനെ വേറിട്ട് കാണാൻ കഴിയില്ല കേട്ടോ. കാരണം ഒരുപാട് കഷ്ടം നിറഞ്ഞ ജീവിതത്തിൽ നിന്നും കര കയറാൻ തന്നെ കാരണം ആ മോൻ കാരണമാണ്. അതുകൊണ്ട് ആ മോനോടൊരു പ്രത്യേക വാത്സല്യവും ഇഷ്ടവും കൂടുതലാണ് കേട്ടോ. ശത്രുവിനിപ്പോൾ ഒരു കുടുംബമൊക്കെ ആയിട്ടോ, ഒരു മകനാണ് അവർക്കുള്ളത്. അവരും വളരെ സന്തോഷത്തിൽ ജീവന്റെ പിന്നിൽ തന്നെയാണ് കേട്ടോ. ജീവന്റെ ഊട്ടിയിലെ തേയിലത്തോട്ടവും മറ്റു ബിസിനസ്സുകളെല്ലാം ശത്രുവാണ് നോക്കിക്കൊണ്ട് നടക്കുന്നത്. ശത്രു ഇന്നും ജീവന്റെ കൂടെ ഒരു നിഴലായി എപ്പോഴും കൂടെയുണ്ട്. ഊട്ടിയിലെ ജീവന്റെ സ്കൂളിലെ എല്ലാ ഉത്തരവാദിത്തങ്ങളിലും ശത്രുവിൻ്റെ ഭാര്യയായ ശാലിനി ടീച്ചർക്കാണ് ഉള്ളത്. ആദ്യം അവർ അവിടുത്തെ ടീച്ചർ മാത്രമായിരുന്നു. എന്നാൽ ഇന്നങ്ങനെയല്ല. ഇന്ന് അവിടുത്തെ എല്ലാം തന്നെ അവരാണ്. ഇവരുടെ മകൻ ഗോകുൽ വളരെ തമാശക്കാരനാണ്. അച്ഛനെ പോലെ തന്നെയാണ് ശരിക്കും ആളും. പൗലോസേട്ടനും നങ്ങേലിയും ഇന്ന് നാട്ടിലാട്ടോ ജീവിക്കുന്നത്. അദ്ദേഹം ഊട്ടിയിൽ നിന്നും മാറി നിന്നു. കാരണം പ്രായമെല്ലാം ഒരുപാടായി. ഇനിയും ഭാര്യ നാട്ടിലും അദ്ദേഹം ഇവിടെയുമായി ജീവിക്കേണ്ട എന്ന് ജീവൻ പറഞ്ഞു. അദ്ദേഹത്തിന് സ്ഥിരമായി ഒരു വരുമാനത്തിന് വേണ്ടി നാട്ടിൽ തന്നെ ഒരു ചെറിയൊരു ഷോപ്പ് ജീവൻ തുറന്നു കൊടുത്തു. അതിൽ അവർ സംതൃപ്തരാണ്. അവർ നാട്ടിൽ ഉള്ളതുകൊണ്ട് ഓണം പോലെ ജീവിക്കുന്നു. ഇടയ്ക്കെല്ലാം അവർ ജീവന്റെ അടുത്തോട്ട് വരാറുണ്ട്. ജീവനും കുടുംബവും ശത്രുവും കുടുംബവും അവരടുത്തേട്ടും പോകാറുണ്ട്. ജീവൻ തുടങ്ങിയ ആ ഒരു കുഞ്ഞു ഷോപ്പ് അത്ര ചെറുതൊന്നുമല്ല അല്ലാട്ടോ. തിരക്കേടില്ലാത്ത ഒരു കുഞ്ഞു തുണിക്കടയാണ്. ഇന്ന് അവരും നാട്ടിലെ കൊച്ചു പ്രമാണിമാർ തന്നെയാണ്. അനാഥൻ എന്നാൽ എന്തെന്ന വേദന ശരിക്കും ജീവനറിയാം. അതുകൊണ്ട് തന്നെ തനിക്കൊരു വിവാഹമോ കുടുംബമോ ഒന്നും വേണമെന്ന് ആദ്യം തീരെ താല്പര്യമില്ലാത്ത ജീവനെ ആകെ മാറ്റിയെടുത്തത് ആ കുഞ്ഞാണ്, അതായത് കുട്ടൂസ് രാഹുൽ. ആ രാഹുലിൻ്റെ വരവോടുകൂടി ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചു. ഇന്ന് ഈ എല്ലാ കുടുംബങ്ങൾക്കും, ജീവൻ്റെയും ശത്രുവിൻ്റെയും പൗലോസേട്ടൻ്റെയും എല്ലാം കുടുംബങ്ങൾക്ക് സന്തോഷവും സമാധാനവും ലഭിക്കുന്നുണ്ടോ? അതിനെല്ലാം കാരണം ആ കുഞ്ഞു കുട്ടൂസായിരുന്നു കേട്ടോ. കുട്ടൂസ് എന്ന് വിളിക്കുന്നത് രാഹുലിന് വലിയ ഇഷ്ടമൊന്നുമല്ല. കാരണം താൻ ഇത്രയും വലുതായില്ലേ, ഇനിയും കുട്ടൂസ് എന്നൊക്കെ വിളിക്കുന്നത് വല്ലവരും കേട്ട മോശമാണെന്നാണ് രാഹുൽ പറയുന്നത്. രാഹുലിന് ഇപ്പോഴും ആ സത്യം അറിയില്ല. താൻ അവരുടെ സ്വന്തം മകനല്ല എന്നുള്ള കാര്യം ഇതുവരെ അവർ അവനെ അറിയിച്ചിട്ടില്ല. അത് അവനെ അറിയിക്കാൻ അവർക്ക് ഒട്ടും താല്പര്യമില്ല. അവനറിയാതിരിക്കാൻ ഓരോരുത്തരും പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. പതിവില്ലാതെ രാഹുൽ ജീവനെ ഫോൺ ചെയ്തു. എനിക്ക് അച്ഛനോടൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട്. സാധാരണ അവൻ ഹേമയാണ് ഫോൺ ചെയ്യാറുള്ളതും വീട്ടിലെ കാര്യങ്ങൾ തിരക്കാറുള്ളതും. അധികം ഹേമയോടാണ് കൂടുതൽ അടുപ്പം അവൻ കാണിച്ചിരുന്നത്. എന്ന് വെച്ച് ജീവനെ വലിയ കാര്യമല്ല എന്നല്ല പറയുന്നത്. എന്നാലും ആൺമക്കൾക്ക് അമ്മയോടാണല്ലോ കൂടുതൽ സ്നേഹവും താല്പര്യവും തോന്നാറുള്ളത്. എന്താണെന്ന് ചോദിച്ചു. ഞാൻ നാട്ടിലെത്തിയിട്ട് പറയാം, ഞാൻ നാട്ടിലോട്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അത് ജീവനെ ആകെ സങ്കടത്തിലാത്തി. എന്താ കാര്യമെന്നറിയില്ല. അവൻ വല്ല സത്യങ്ങളും തിരിച്ചറിഞ്ഞോ ഒന്നും അറിയില്ല. എന്താണെന്ന് അവൻ പറയുന്നുമില്ല ചോദിച്ചിട്ട്. എന്തായാലും ഞാൻ നാട്ടിലെത്തട്ടെ, എന്നിട്ട് നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞു അവൻ ഫോൺ കട്ട് ചെയ്തു. ആ കാര്യം
ജീവൻ ഹേമയോട് പറഞ്ഞു. ഹേമയും ജീവനും ആകെ പേടിച്ചിരിക്കുകയാണ്. അവൻ വല്ലതും അറിഞ്ഞോ? അവർ അങ്ങനെ സംസാരിക്കുന്നതിൽ അടുത്തേറ്റോ രമ്യ വന്നു. രമ്യ ചോദിച്ചു, എന്താ നിങ്ങൾ എങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? ഏട്ടൻ വരുന്നുണ്ട്. ഏട്ടൻ വരുന്നതിന് നിങ്ങളെന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? സന്തോഷിക്കാനുള്ള കാര്യമല്ലേ? ഏട്ടനെ കണ്ടിട്ട് കുറച്ചായല്ലോ ഇപ്പോൾ. എന്തായാലും ഞാൻ ഹാപ്പിയാണ്. ഏട്ടൻ എന്നാ ഇവിടെ എത്തുന്നത് എന്ന് വല്ലതും പറഞ്ഞോ? ഇല്ല, അതൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. അത് പറഞ്ഞുകൊണ്ട് അവൾ അകത്തോട്ട് പോയി. പക്ഷെ അവർക്കൊരു സമാധാനവുമില്ല. എന്താവും അവന് പറയാനുള്ളത് എന്നാണ് അവർ ആലോചിക്കുന്നത്. എന്താവും അവന് പറയാനുള്ളത് നിങ്ങൾക്കും അറിയണ്ടേ? അതെന്താണെന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിൽ പറയാം കേട്ടോ. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടി നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാനും മറക്കരുത്. നിങ്ങൾക്ക് ഇനി ഇതുപോലുള്ള ഏത് സിനിമയുടെ ബാക്കിയാണ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുവാനും കൂടെ കൂടാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.